हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കുന്ന ചൊല്ലുന്ന ശ്ലോകങ്ങൾ 81 82. 81 82 ഒന്നിച്ചു ചെല്ലാം. തേജോ വൃഷോ ദ്യുതിധര സർവശസ്ത്രഭൃതം വര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദതിവേഗപാത്. ഓക്കെ. ഇന്ന് എടുക്കുന്ന ആദ്യത്തെ നാമം 757 തേജോവൃഷ. തേജോവൃഷ എന്ന് വെച്ചെങ്കിൽ തേജസ് വർഷിക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ വ്യാഖ്യാതകന്മാർ പറയുന്നത് തേജസ് എന്നുള്ള വാക്ക് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ജലം എന്ന അർത്ഥം വെച്ചിട്ടാണ്. തേജസ്സിന് ജലം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ആ തേജസ്സിന് ജലം എന്നുള്ള അർത്ഥമുള്ളത് കൊണ്ട് ഇവിടെ ജലം എന്ന് വെച്ചിട്ടുള്ള അർത്ഥമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ജലത്തെ വർഷിക്കുന്നവൻ എന്നർത്ഥം വരും. തേജോ വൃഷ എന്ന് വെച്ചാൽ ജലത്തെ വർഷിക്കുന്നവൻ. ഭഗവാൻ തന്നെയല്ലേ മഴയുടെയും കാരണഭൂതൻ. മഴ പെയ്യുന്നതും ഭഗവാന്റെ ഒരു വിഭൂതി തന്നെയാണ്. അല്ലാന്ന് ആരും സംശയിക്കണ്ട. ഭഗവാൻ ആദിത്യനായി തപിപ്പിക്കുന്ന രശ്മികളാൽ ജലത്തെ ബാഷ്പീകരിച്ച് ആ ബാഷ്പീകരിച്ച ജലം മേഘങ്ങളായി പിന്നീട് മഴ നൽകി ജീവികളെ രക്ഷിക്കുകയും ജീവിക്കുന്ന ജനങ്ങളെയും പക്ഷിമൃഗാദികളെയൊക്കെ സസ്യസമൂഹത്തിന് അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഈ മഴ. അപ്പോൾ ആദിത്യനിൽ നിന്നാണ് വൃഷ്ടി ഉണ്ടാകുന്നതെന്ന് സംശയമില്ല. മനുസ്മൃതിയും അത് തന്നെയാണ് പറയുന്നതും. ആദിത്യ ജായതേ വൃഷ്ടി എന്നാണ് പറയാം മനുസ്മൃതി. ആദിത്യനിൽ നിന്നാണ് വൃഷ്ടി ഉണ്ടാകുന്നത്. ആദിത്യന് ആ പവർ എവിടെ നിന്ന് കിട്ടി? തപിപ്പിക്കാനുള്ള പവർ സൂര്യനിലുള്ള പവർ എവിടെ നിന്ന് കിട്ടി? ഭഗവാൻ തന്നെ. ചന്ദ്രാംശുർ ഭാസ്കരദ്വിതി, ഭാസ്കരൻ്റെ ദ്വിതി ആരാ കൊടുത്തത്? ഭഗവാൻ തന്നെ. ലോകമെല്ലാം തപിപ്പിക്കും. സൂര്യന് ശക്തി കൊടുത്ത് എവിടുന്ന? ഭഗവാൻ തന്നെ. മാത്രമല്ല ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, തപാമ്യഹമഹം വർഷം നിഗ്രഹ ഉത്സജമാമിജ. എവിടേക്കാ ലിംഗം നോക്കുന്നത്?
ഏഴാം അധ്യായത്തിൽ അല്ല 9-ാം അധ്യായത്തിൽ, സോറി, 9-ാം അധ്യായത്തിൽ തപാമ്യഹമഹം വർഷം നിഗ്രാണ ഉത്സുജാമിഹ. തപിപ്പിപ്പോൻ ഞാൻ വർഷമീ ഞാൻ അടക്കുവനയക്കുവൻ. തപിപ്പിക്കുന്നവൻ ഞാനാണ്, സൂര്യനെ തപിപ്പിക്കുന്നവൻ ഞാനാണ്. തപാമ്യമഹം വർഷം, വർഷം പെയ്യിക്കുന്നത് ഞാനാണ്, വർഷമായിട്ട് പെയ്യുന്നത് ഞാനാണ്. അടയ്ക്കുവൻ അയക്കുവൻ, അതിനിടയ്ക്ക് പിടിച്ച് നിർത്തുന്നത് ഞാനാണ്, റിലീസ് ചെയ്യുന്നത് ഞാനാണ്. മഴ എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടില്ല അല്ലേ, ഇടയ്ക്കിടയ്ക്കല്ലേ പെയ്യുള്ളൂ. അപ്പോൾ എന്ത് പവറാണ് മഴയെ പിടിച്ച് നിർത്തുന്നത്, എന്ത് പവറാണ് ആ മഴ റിലീസ് ചെയ്യുന്നത്? നിഗ്രഹാണാം ഉത്സുജാമിഹ ഉത്സുസാമിജാം, ഉത്സുജാമി പുറത്തേക്ക് വിടുന്നതും നിഗ്രഹിക്കുന്നതും ഞാൻ തന്നെയാണ്. അടക്കുവൻ അയക്കുവൻ, അവനെ അയക്കുന്നതും അവനെ അടക്കുന്നതും ഞാൻ തന്നെയാണ്. എന്തൊരു ഭാഷ നോക്കുമോ മലയാളത്തിലെ. അവനെ അടക്കുന്നത് ഞാനാണ്, അയക്കുന്നത് ഞാനാണ്. അടക്കാച്ചെങ്കിൽ പിടിച്ച് നിർത്തുക, ഒന്ന് അടങ്ങുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, നാടൻ ഭാഷയാണ് അല്ലേ. നിഗ്രാണാം ഉത്സുജാമിച്ച, ഉത്സജിക്കുന്നതും നിഗ്രഹിക്കുന്നതും ഞാനാണ്. അടക്കുവൻ അയക്കുവൻ. തപിപ്പോൾ ഞാൻ വർഷമീ ഞാൻ, തപാമ്യമഹമഹം വർഷം. കൂടുതലും എന്താണിപ്പോൾ വേണ്ട, ആർക്കതിനിപ്പോൾ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുക? എതിർകക്ഷികൾ വല്ലവരും ഉണ്ടെങ്കിൽ വന്നോട്ടെ. ഭഗവാനല്ല മഴ, മഴയ്ക്ക് കാരണം വേറെയാണെന്ന് പറഞ്ഞ് വല്ലവരും ന്യായം കൊണ്ടുവന്നാൽ അവർക്ക് നമുക്ക് മറുപടി കൊടുക്കാം. മനസ്സിലായോ? പിന്നെ ഈ മഴ പെയ്യണതേ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ, നിസ്സാരമായിട്ട് കാണരുത്. അതിനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, മഴയെ നമ്മൾ നിസ്സാരമായിട്ട് കാണും. മാത്രമല്ല എപ്പോഴും ആൾക്കാർക്ക് മഴയോട് പരാതിയുള്ളൂ, നോക്കിയിട്ടുണ്ടോ? ഒരു മഴയോടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇത് നമുക്ക് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ആൾ അയക്കേണ്ടതാണ്, അവിടുന്ന് വന്നിട്ടുള്ള കൊറിയറാണ്, അത് നമുക്ക് വേണ്ട പോലെ സ്വീകരിച്ച് അതിനെയൊക്കെ ഒന്ന് വെടുപ്പാക്കിയിട്ട് എടുക്കാമെന്ന്. എപ്പോൾ കൊറിയർ വന്നാലും അതിന് ശാപമേ ഉള്ളൂ അല്ലേ. കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ മഴ ഇത് നന്നായി കേട്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നല്ലോണം മഴ പെയ്തു വയ്ക്കുക, അസലായിട്ട് മഴ പെയ്തു, നല്ല ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ അസലായിട്ട് മഴ പെയ്തു വയ്ക്കുക, ഒരു മണിക്കൂർ മിണ്ടാണ്ടിരിക്കും. അത് കഴിഞ്ഞാലോ ഇതെന്തൊരു മഴയപ്പോൾ അത് ഇല്ലേ. പാലക്കാട്ടുകാർ പറഞ്ഞ പോലെ എന്താണിത്, ഭയങ്കര മഴ, നന്നായിട്ട് പെയ്താൽ ഭയങ്കര മഴയായി. എന്തുട്ട മഴയുടേത് ചോദിക്കും തൃശ്ശൂർക്കാർ ഇല്ലേ. അപ്പോൾ അധികം പെയ്താൽ പ്രശ്നമായി. എന്നാൽ പിന്നെ പോട്ടെ, കുറേ ആൾക്കാർ ഇങ്ങനെ അധികം പെയ്യുമ്പോൾ ശല്യം ചെയ്യണ്ടപ്പോൾ എന്നാൽ കുറച്ച് പെയ്തല്ലേ എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ മഴ പെയ്തിട്ട് എന്താ കാര്യം, ഇത് വെറുതെ, ഇത് ഭൂമി തണുപ്പിക്കില്ല. 100 സയൻസുകാരനും പറഞ്ഞു തുടങ്ങും. അപ്പോൾ അധികം പെയ്താലും അതിവർഷമായാലും ബുദ്ധിമുട്ട്, കുറച്ച് പെയ്താലും ബുദ്ധിമുട്ട്. എന്നാൽ പിന്നെ കുറേശ്ശെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യാന്ന് വിചാരിക്കുക. ഒന്നുകിൽ പെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ പെയ്ത് അങ്ങോട്ട് പോവുക. ഇതെന്ത് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാണ്ടേ? ഈ 2 മണിക്കൂർ കൂടുമ്പോൾ മഴ, ഈ 2 മണിക്കൂർ കൂടുമ്പോൾ മഴ, ഇതെന്ത് മഴ, എങ്ങനൊരു മഴ അല്ലേ. അപ്പോൾ മഴയ്ക്ക് എപ്പോഴും കുറ്റമേ ഉള്ളൂ, മനസ്സിലായോ? ഒരു തമാശ പറയും പ്രഭാഷണത്തിൻ്റെ ഇടയിൽ കൂടെ, ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ ചില തമാശയും പൊടിക്കൈയൊക്കെ ആവാലോ അല്ലേ. ഒരു അപ്പർ പ്രൈമറി സ്കൂളിൽ, ഒരു മുസ്ലിം സ്കൂളിൽ മാഷ് കുട്ടികളെ പഠിപ്പിക്കുക. എടാ ജഗന്മയ എന്ന് വെച്ചാൽ എന്താ അറിയാം നിനക്ക്? അബ്ദുറഹ്മാനെ, നിനക്ക് ജഗന്മയ എന്ന് വെച്ചാൽ എന്താ അറിയാം സാർ? നീട്ടൊന്ന് പറയാം, എന്താ ജഗന്മയ എന്ന് വെച്ചാൽ? അതെ, ജഗന്മയ എന്ന് വെച്ചാൽ സാറേ ഈ ജഗത്തൊക്കെ ഇങ്ങനെ ഓട്ടം പട്ടയ്ക്കൊക്കെ ഉണ്ട് പെയ്യില്ലേ മഴ, അങ്ങനെയുള്ള പെയ്യണ മഴയ്ക്കാണ് ജഗന്മയൻ എന്ന് പറയുക. ജഗത്തൊക്കെ പെയ്യണ മഴ ജഗന്മയൻ. ഈ അവിടെ ഇരുന്നോ പിന്നെ രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു, അബ്ദുള്ള എനിക്ക് ചിന്മയൻ എന്ന് വെച്ചാൽ എന്താ അറിയോ? ചിന്മയൻ അറിയാം സാർ, ചീഞ്ഞ് നിൽക്കണ മഴ, അതാണ് ചിന്മയ. ഓഹോ ഇരുന്നോ, അധികം വിഷമിക്കണ്ട,
അത് കഴിഞ്ഞ് പാത്തുമ്മ എനിക്ക് മയാമയൻ എന്ന് വെച്ചാൽ എന്താ അറിയാം സാർ എന്ന് പറഞ്ഞേ. മയാമയൻ എന്ന് വെച്ചെങ്കിൽ സാറേ മയോട് മയ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ മഴയോടുള്ള പ്രതികരണം. ഒന്നുകിൽ ജഗന്മയൻ വന്നാലും പോരാ, ചിന്മയൻ വന്നാലും പോരാ, മയാമയനായാലും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏത് മയ വന്നാലും ബുദ്ധിമുട്ടാണ് നമുക്ക്, അല്ലേ? അപ്പം അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാം. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുമോ? മഴയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ വല്ലവരും? എങ്ങനെയാണ് അത് വരുന്നതെന്ന് ആലോചിച്ചാൽ എല്ലാവർക്കും അറിയാം. 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എപ്പോഴാണ് ഏത് ക്ലാസ്സിലും അറിയില്ല, ജോഗ്രഫിയിൽ പഠിച്ച് കാണും മഴ എങ്ങനെയാണ് ഉണ്ടാവണം. ഇംഗ്ലീഷ് മീഡിയം ആയാലും ശരി, മലയാളം മീഡിയം ആയാലും ശരി. സൂര്യൻ്റെ താപം കൊണ്ട് വെള്ളം തവിപ്പിച്ച് വെള്ളത്തിൽ നിന്ന് നീരാവിയായിട്ട് മേൽപ്പെട്ട് പൊങ്ങി അത് ക്ലൗഡ്സായിട്ട് ഫോം ചെയ്ത, മേഘങ്ങളായിട്ട് ഫോം ചെയ്ത, മേഘങ്ങളിൽ നിന്ന് വേറെ മേഘങ്ങൾ കൊണ്ട് തട്ടിമുട്ടുമ്പോൾ ഡും എന്ന് വെച്ച് ഇങ്ങനെ ഒരു കൊട്ട കണക്കിന് ഇങ്ങനെ പെയ്യണു. അതാണ് മഴ. ഇതൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. ശരിയാ, ഒരു 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 വ്യത്യാസമില്ല, കട്ടുക പണിക്ക് വ്യത്യാസമില്ല അതിലൊന്നും. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ഭാവമുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു അദ്ദേഹം. എന്ത് ഗിഫ്റ്റ് ഓർക്കുന്നുണ്ടോ? എവിടെയല്ലേ ഇപ്പോൾ 10, 75, 65, 70, 50 വയസ്സായില്ലേ? ഇതിന് മുമ്പ് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആരതൊക്കെ ഓർത്ത് വയ്ക്കണം? 50 കൊല്ലം 70 കൊല്ലം മുമ്പ് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് അത് എവിടെ ഇട്ടിട്ടുണ്ടാവും നമ്മൾ, കാണാനില്ല. അപ്പോൾ അന്ന് ഭഗവാൻ വളരെ സൂക്ഷിച്ച് വളരെ കാര്യമായിട്ട് തന്നത്, മോനെ ഇത് കയ്യിൽ വെച്ചോ, ഇത് നിനക്ക് ആവശ്യം ഉണ്ടാവും. നമുക്ക് കാമധേനുവിനെ പോലെ ഇത് ആവശ്യം ഉണ്ടാവും. സഹ യജ്ഞപ്രജാ സൃഷ്ട്വാ, നമ്മൾ പല പ്രാവശ്യം ശ്ലോകം കണ്ടിട്ടുള്ളതാണ്. പുരോവാച പ്രജാപതി, മനുഷ്യന്മാരെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ യജ്ഞം എന്നുള്ളൊരു കോൺസെപ്റ്റ്, കോപ്പറേറ്റീവ് എൻഡിവർ എന്നുള്ളൊരു കോൺസെപ്റ്റ് സൃഷ്ടിച്ചു. ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇപ്പോഴുള്ളതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, മറ്റേത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ യജ്ഞം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭഗവാൻ സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിച്ചു. എന്തിനാ സൃഷ്ടിച്ച? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ ഒരു ദിവസം മെയിൻ്റനൻസ് റിവ്യൂ എല്ലാവരും കൂടി, ഭഗവാൻ എല്ലാവരും കൂടി ഇരുന്ന്, ദേവന്മാരും ദേവതകളൊക്കെ കൂടി ഇരുന്ന് മെയിൻ്റനൻസ് പ്രോബ്ലമൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ പ്രശ്നം അറിയോ? വലിയൊരു പ്രശ്നം വന്നു. ഭൂമിയിൽ വെള്ളമില്ല. വാട്ടർ സ്കേർസിറ്റി, ടെറിബിൾ വാട്ടർ സ്കേർസിറ്റി. മഴ വരുന്നതിൻ്റെ മുമ്പേത്തെ കാര്യം കേട്ടോ. മഴ എന്നൊരു സമ്പ്രദായം അന്നില്ല. സൃഷ്ടി അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. സൃഷ്ടിക്കായി ജനങ്ങളൊക്കെ അതാത് സ്ഥലത്തായി, അവർക്ക് വീടും നാടുമൊക്കെ ആയി, ഒരു ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകണു. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ജലാശയങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞൊക്കെ വെറ്റി. കാരണം മഴയില്ല. മഴയെ സൃഷ്ടിച്ചിട്ടില്ലേ ഭഗവാൻ? മഴയുടെ പ്രക്രിയ തുടങ്ങിയിട്ടില്ല, അല്ലേ? മഴ ഒരു കാലത്താണല്ലോ തുടങ്ങിയത്. അപ്പോൾ മഴ തുടങ്ങുന്നതിൻ്റെ മുമ്പിലത്തെ, മാവേലിയുടെ മുമ്പിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. മഴ തുടങ്ങിയിട്ടില്ല. ആ കാലത്ത് നോക്കിയപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ മെയിൻ്റനൻസ് റിവ്യൂ നോക്കിയപ്പോൾ വെള്ളത്തിന് സ്കേർസിറ്റി. എല്ലാ ദിക്കിലും വെള്ളമില്ല, ഒരിക്കലും വെള്ളമില്ല. എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുക? തോടുകൾ എല്ലാം ഒന്നും വെള്ളമില്ല, ഒന്നിലും വെള്ളമില്ല. നല്ല വെള്ളം, കുടിക്കാനുള്ള വെള്ളം. എന്നാലോ വെള്ളമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ഭാഗത്ത് ഇതാ നിറയെ വെള്ളം, സമുദ്രം മുഴുവൻ നിറഞ്ഞെടുക്കുക, സപ്തസാഗരങ്ങൾ നിറഞ്ഞു കിടക്കുക. അങ്ങനെ തിരമാല അടിച്ച് അവരെ കൊണ്ട് ഒരു രക്ഷയില്ല. അസാമാന്യ വെള്ളത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു കലവല. ഇപ്പുറത്താണെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല, അവിടെയാണെങ്കിൽ ധാരാളം സോൾട്ട് വാട്ടർ, വേസ്റ്റ് വാട്ടർ. സോൾട്ട് മാത്രമല്ല, എല്ലാ വേസ്റ്റ് വാട്ടറും അതിലുണ്ട്. സ്യൂവേജ് എല്ലാം ചെന്ന് അതിലേക്കാണ് ചേരുന്നത്, എല്ലാ സ്യൂവേജും. കാലണയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ ഒരു മാസ് ഓഫ് വാട്ടർ. ഇപ്പുറത്ത് കുടിവെള്ളം കിട്ടാനില്ല, ഒരു പുഴയില്ല, കിണറുമില്ല, കുളമില്ല, ഒന്നുമില്ല, ഒക്കെ വറ്റി. കംപ്ലീറ്റ് വാട്ടർ സപ്ലൈ സ്റ്റോപ്ഡ്. അപ്പം എന്താ ചെയ്യുക? ആലോചിച്ചു പോകാൻ. ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് വഴിയുണ്ടാക്കാം, ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഒരു യജ്ഞ മനോഭാവം ഉണ്ടല്ലോ നമുക്ക്, ആ യജ്ഞത്തിൽ ഞങ്ങളെല്ലാവരും ഏർപ്പെടുമെന്ന് പറഞ്ഞു. ആദ്യം പഞ്ചമഹാഭൂതങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ വരാൻ പറഞ്ഞു, മറ്റവരൊക്കെ പോകാൻ പറഞ്ഞു. ഇവർ 5 ആളും വന്നാൽ മതി പറഞ്ഞു. ഭൂമി, വെള്ളം,
അഗ്നി, വായു, ആകാശം. ഭൂമി ഉണ്ടല്ലോ, സമുദ്രത്തിലെ വെള്ളമില്ലേ, അതിലോടും വരാൻ പറഞ്ഞു, ഭൂമിയോടും വരാൻ പറഞ്ഞു, സൂര്യനോടും വരാൻ പറഞ്ഞു. അഗ്നിയില്ലേ, അങ്ങനെ സമൻ ചെയ്തു. വായുവിനോടും വരാൻ പറഞ്ഞു. ആകാശത്തിനോടും വരാൻ പറഞ്ഞു. എല്ലാവരും റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി വന്നു തീരുമാനിച്ചു. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു പ്രക്രിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതനുസരിച്ചിട്ട് വിൽ ഹാവ് ടു സോൾവ് ദിസ് വാട്ടർ പ്രോബ്ലം. ഈ വാട്ടർ സ്കേർസിറ്റി, വെള്ളത്തിനുള്ള വിഷമം നമുക്ക് തീർക്കണം. അങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല. അവർക്ക് വെള്ളം സമൃദ്ധമായിട്ട് കിട്ടണം. എൻ്റെ സൃഷ്ടികളാണ് അവർ, ദേ ആർ മൈ ബോയ്സ്. സമസ്ത ആൾക്കാർക്കും വെള്ളം കിട്ടണം. ഒരു ഭാഗത്താണ് ഈ വെള്ളം ധാരാളം കിടപ്പുണ്ട്, ഇനി മറുഭാഗത്താണ് ഈ വെള്ളം തീരെ കിട്ടണില്ല. അതൊന്നും കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ്. എന്നാൽ മാത്രമല്ല, അത് ഒരു അറ്റത്ത് കിടക്കണു സമുദ്രം, മറ്റേ അറ്റത്ത് വെള്ളമില്ല. അങ്ങേ കരയ്ക്ക്, കരട അങ്ങേ അറ്റത്ത് അല്ലേ. എന്താ പറയുക, ചാവക്കാട് സമുദ്രമുണ്ട്. പാലക്കാടോ? എത്ര ദൂരമുണ്ട് ചാവക്കാട് നിന്ന് പാലക്കാട്ടേക്ക്? പാലക്കാട് എവിടെ സമുദ്രം അല്ലേ? അപ്പം എന്ത് ചെയ്യും? അവിടെ നിങ്ങളുടെ എത്തിക്കണം. വേഗം 5 പഞ്ചമഹാഭൂതങ്ങളെ വിളിച്ചു. അവരോട് പറഞ്ഞു ഒരു യജ്ഞം തുടങ്ങാൻ പറഞ്ഞു. ഇതാണ് ഈ ആൾക്കാർ കൊണ്ട് യജ്ഞം നടത്തിയാൽ മഴ പെയ്യുന്നൊക്കെ പറയുന്ന ഇല്ല, ഒന്നും നുണയല്ല. അതൊക്കെ നേരെ യജ്ഞം നടത്തിയിട്ട് തന്നെയാണ് മഴ ഉണ്ടായിട്ടുള്ളത്. ഇത് 5 ആളോടും പറഞ്ഞു, നിങ്ങൾ പ്ലീസ് കോപ്പറേറ്റ്. നിങ്ങളൊരു സൊസൈറ്റി ഫോം ചെയ്തിട്ടില്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൽ മെമ്പേഴ്സൊക്കെയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം. വെള്ളം ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, സമുദ്രത്തിൽ നിറയെ ഉണ്ടല്ലോ വെള്ളം. അത് ഭൂമിയല്ലേ സമുദ്രത്തിലെ വെള്ളം കിടത്തുന്നത്. ഭൂമി ഞാൻ സ്ഥലം കൊടുക്കില്ല വെള്ളത്തിനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ സമുദ്രത്തിൽ ഭൂമി സമുദ്രം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഭൂമി കൊടുത്തു. വെരി ഗുഡ്, സോ കൈൻഡ് ഓഫ് യു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. നാളെ തർക്കം ഉണ്ടാകരുത്. അവനോട് നാളെ ഇവിടുന്ന് കടന്നു പോകാൻ പറയരുത്. അപ്പോൾ സമുദ്രത്തിലെ വെള്ളം എപ്പോഴും വെള്ളമായിട്ട് എൻ്റെ അടുത്ത് നിൽക്കട്ടെ. അപ്പോൾ നീ കോപ്പറേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഭൂമി കോപ്പറേറ്റ് ചെയ്യണം. എന്തിന്? വെള്ളം അവിടെ നിൽക്കാനായിട്ട്. സമ്മതിച്ചോ? അപ്പോൾ വെള്ളമുണ്ട്, സമുദ്രത്തിൽ വെള്ളമുണ്ട്. പിന്നെ പറഞ്ഞു, അഗ്നിയെ വിളിച്ചു, സൂര്യനെ വിളിച്ചു. എൻ്റെ താപം കുറച്ച് ഡിഗ്രി കൂട്ടുക, ഹീറ്ററിൻ്റെ ഡിഗ്രി കുറച്ച് കൂട്ടുക, സെൽഷ്യസ് കുറച്ച് കൂട്ടുക. അത് കൂട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് ചൂട് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ വെള്ളത്തിനോട് പറഞ്ഞു, കുറച്ച് ചൂടാവും, സഹിച്ചേ പറ്റൂ, ഇത് യജ്ഞമാണ്, എല്ലാവരും കുറേശ്ശെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഭൂമി നിനക്ക് ഇരിക്കാനുള്ള സ്ഥലം തന്നില്ലേ, അപ്പോൾ അതിൽ കഴിഞ്ഞൂല. വാടക കൊടുക്കണ്ടല്ലോ, അതിൽ കഴിഞ്ഞൂല. പോവാനും പറയില്ല, കുട്ടിയിറക്കൂല. പക്ഷേ കുറച്ച് ചൂട് സഹിക്കേണ്ടി വരും. എന്തിന്? അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് നീ കുറച്ച് ബുദ്ധിമുട്ടിയാലേ പറ്റൂ. അപ്പോൾ കുറച്ച് ചൂടുണ്ടാവും, ടെമ്പറേച്ചർ കുറച്ച് കൂടും, അത് സഹിക്കുക. സഹിച്ചോളാം, കുഴപ്പമില്ല. സൂര്യനോട് പറഞ്ഞു ഇത്ര ഡിഗ്രിയിൽ അങ്ങോട്ട് ചൂടാക്കാൻ പറഞ്ഞു. വെള്ളം ചൂടാക്കിയപ്പോൾ എന്തായി? ഒബ്വിയസ്ലി അത് ഫിസിക്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് കണ്ടൻസ് ചെയ്ത് മേപ്പോട്ട് പോകും, നീരാവിയായിട്ട്. ഇതിന് വെള്ളം തയ്യാറാണ് ചൂടാവാനും. ആ ചൂടായി കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ മേപ്പോട്ട് കണ്ടൻസ് ചെയ്ത് പുറത്തേക്ക് മുകളിലേക്ക് എവാപ്പറേറ്റ് ചെയ്തിട്ട് വേപ്പറായിട്ട് അയക്കാനും വെള്ളം കോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് പോരല്ലോ. വായു വേണ്ടേ? കാറ്റില്ലാണ്ട് എങ്ങനെയാണ് മേപ്പോട്ട് പോവുക? അങ്ങനെയാണ് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ആ വേപ്പർ എങ്ങനെയാണ് കാറ്റില്ലാണ്ട് പോവുക? അതിനെ പുഷ് ചെയ്യേണ്ട ആരെങ്കിലും ഒരാൾ. ഹൂൽ പുഷ് ദം. അപ്പോൾ പുഷ് ചെയ്യേണ്ടത് ആരാ? വായു മാത്രമോ? വേറെ പുലുവാല് എവിടെ വെച്ചിട്ട് അയാൾ പുഷ് ചെയ്യണം? ഭൂമിയിലല്ലല്ലോ. നീരാവിയെ ഭൂമിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകല്ലോ. വെള്ളത്തിന് താമസിക്കാനുള്ള സ്ഥലം ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു. ഭൂമിക്ക് അതല്ലേ പറ്റുള്ളൂ. ചൂടാക്കാമെന്നും പറഞ്ഞു സൂര്യദേവൻ. ഇവനെ കൊണ്ടുപോകണ കാര്യം ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു എന്നും പറഞ്ഞു. ഇവൻ എങ്ങടാച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ആരെ? വായു. പക്ഷേ ഏരിയ കൊണ്ടുപോകും. റോഡ് എവിടെയാണ്? വാട്ട് ഈസ് യുവർ റൂട്ട്? വാട്ട് ഈസ് യുവർ മീഡിയം ഓഫ് വോയേജ്? ഏരിയ നീ പോവുക, ആകാശത്തു കൂടെ പോകണ്ടേ?
അപ്പോൾ ആകാശം പെർമിറ്റ് ചെയ്യണ്ടേ? ആകാശത്തിനെ വിളിച്ചു, ബഹളം ഉണ്ടാക്കരുത് കേട്ടോ, ഇടയ്ക്ക് വന്നിട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് നോക്കിയിട്ട് താൻ ആരാ വന്ന് വരേണ്ട കാര്യം എന്താ ഒന്ന് ചോദിക്കരുത്. നോ ചെക്ക് പോസ്റ്റ് ബിസിനസ്. അത് നേരെ പോക്കോട്ടെ, മുകളിലേക്ക് പോക്കോട്ടെ. നീരാവി ആയിട്ട് നേരെ അങ്ങനെ വായു കൊണ്ടുപോകുള്ളൂ. അവനെ വായു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തോളാന്ന്. ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫോർ നാഷണൽ വെൽഫെയർ. അപ്പോൾ താനും അതിന് സ്ഥലം കൊടുത്തൂല, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ 5 എണ്ണത്തിന് ഡിസ്മിസ് ചെയ്യും. ഇല്ല അങ്ങനെയൊന്നുമില്ല, റാൻ അങ്ങ് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ആരൊക്കെ ഇപ്പോൾ കോപ്പറേറ്റ് ചെയ്തു പറയൂ? ഭൂമി കോപ്പറേറ്റ് ചെയ്തു, വെള്ളം കോപ്പറേറ്റ് ചെയ്തു, അഗ്നി കോപ്പറേറ്റ് ചെയ്തു, വായു കോപ്പറേറ്റ് ചെയ്തു, ആകാശം കോപ്പറേറ്റ് ചെയ്തു. ഇത് 5 ആളുടെയും കൂട്ടായ്മ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാ ഈ നീരാവി മയപ്പെട്ട് പോകണത്? പിന്നെ വായുവിനോട് പറഞ്ഞു വൻ ഫോം മാറ്റും, നീരാവി ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലൗഡ്സായിട്ട് ഫോം ചെയ്യും, മേഘങ്ങളായിട്ട് ഫോം ചെയ്യും. അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന കുറേ വെള്ളങ്ങളുണ്ടാവില്ലേ, അതൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് വലിയൊരു മേഘമായിട്ട് ഒരു കട്ട പോലൊക്കെ വരും. നീ പേടിക്കൊന്നും വേണ്ട, നിനക്കൊന്നും ഉപദ്രവം ഉണ്ടാവില്ല. അങ്ങനെ പല സ്ഥലത്തു നിന്നും മേഘങ്ങൾ വരും. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് യുദ്ധം വെട്ടിക്കോളൂ, അങ്ങോട്ട് ഇങ്ങോട്ട് അംഗം വെട്ടിക്കോളൂ. അവനെ കണ്ട ഇടിച്ചോ, പോയിട്ട് ഒരു റോഡ് ക്രാഷ് ഉണ്ടാക്കിക്കോ. ടെമ്പോ ആണോ സൈക്കിളാണോ എന്ന് നോക്കണ്ട, അവിടുന്ന് വല്ലവരും വരുന്നുണ്ടെങ്കിൽ ചെന്നങ്ങോട്ട് ഇടിച്ചോ. ക്ലൗഡ്സിന് അധികാരം കൊടുത്തു. അതിൽ ഇറങ്ങിയിട്ടുള്ള വെള്ളത്തിന് വായുവിൽ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള ക്ലൗഡ്സിനെ കണ്ടാൽ ചെന്ന് ഇടിച്ചോളാൻ പറഞ്ഞു. അതല്ല, ഉയരത്തിലുള്ള വല്ല പർവ്വതങ്ങളൊക്കെ കണ്ടെച്ചാൽ ഭൂമിയുടെ ഭാഗമല്ലേ അത്, ഭൂമിയോടും പറഞ്ഞു അവർ ഒന്നൊന്ന് ഇടിച്ചോട്ടെ കേട്ടോ, സാരില്ല, റിപ്പയറൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഹിമാലയത്തിൻ്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു പൊഴിഞ്ഞ് കൊണ്ടോട്ട് ഒന്നും ഉണ്ടാകാൻ പോണില്ല, ക്ലൗഡ്സ് അല്ലേ, ചെന്ന് മുട്ടിക്കോളും, അതിനിപ്പോൾ പെറ്റി കേസൊന്നും ചാർജ് ചെയ്യണ്ട എന്ന് പറഞ്ഞു ഭൂമിയോട്. ആകാശിനോടും പറഞ്ഞു. അപ്പോൾ ക്ലൗഡ്സ് ചെന്ന് ക്ലൗഡ്സിനെ കണ്ടൻസ് ചെയ്ത് ഈ വായുവിനോട് പറഞ്ഞു നീ ഒരു പ്യൂരിഫയറും കൂടി അല്ലേ നീ, അല്ലേ, നല്ലൊരു പ്യൂരിഫയറല്ലേ നീ, നിൻ്റെ വായുവിൽ പ്യൂരിഫൈ ചെയ്യാത്ത സാധനമല്ലല്ലോ, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്നത് നീയല്ലേ. അതുകൊണ്ട് ഈ വെള്ളത്തിനെ ഇവിടുന്ന് എടുത്ത് നീരാവിയാക്കി കൊണ്ടുപോകുമ്പോൾ ഈ വെള്ളത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള അംശങ്ങൾ മുഴുവൻ നീ മാറ്റിക്കളയും. എപ്പോൾ? ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത്. അതിന് സമയമൊന്നും ചിലവഴിക്കില്ല, ഇതിനെ വേറെ ഒന്നും സമയമില്ല ഇപ്പോൾ ഇവിടെ. ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നീ പ്യൂരിഫൈ ചെയ്യേ. അതല്ലാണ്ട് 10 ദിവസം വെള്ളം കൊണ്ട് നടന്നു, ഒരു 10 കഴിഞ്ഞിട്ട് മെല്ലെ ഇരുന്നിട്ട് 15 ദിവസം അവിടെ വെച്ച് പ്യൂരിഫൈ ചെയ്ത് അങ്ങനെയും ചെയ്യരുത്. പോണ പോക്കിൽ തന്നെ പ്യൂരിഫൈ ചെയ്യേ. ഇല്ല, പണ്ട് ഈ കപ്പലിലൊക്കെ ഉണ്ട്, ഇവിടുന്ന് തടി കൊണ്ടുപോയിട്ട് പ്ലൈവുഡ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി കപ്പലിൽ തന്നെ സെറ്റപ്പ് ചെയ്യും. പക്ഷെ അത്രയും ഇത് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ ടൈം വേണ്ടല്ലോ. അപ്പോൾ കപ്പൽ വോയേജ് പോകുന്ന സമയത്ത് ഈ തടി ആ കപ്പലിൻ്റെ ഉള്ളിൽ പ്ലൈവുഡ് ഉണ്ടാക്കുന്ന ഫാക്ടറി പ്ലൈവുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തടി കയറ്റി കഴിഞ്ഞാൽ ജപ്പാനിൽ എത്തുമ്പോഴേക്കും അത് പ്ലൈവുഡായിട്ട് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയുള്ള കപ്പലുകളൊക്കെ ഉണ്ട്, ഫാക്ടറി വെസൽസ്. അതുപോലെ ഈ പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ, വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്തിട്ട് സകല മാലിന്യങ്ങളും കളഞ്ഞിട്ട് കംപ്ലീറ്റ് അതിൻ്റെ pH എത്ര റിക്വയർഡ് pH വെച്ചാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടറിൻ്റെ pH എത്ര വെച്ചാൽ അത്ര എടുത്തിട്ട് നീ ക്ലൗഡ്സായിട്ട് തട്ടിമുട്ടി എവിടെ വെച്ചാൽ അവിടെ അങ്ങോട്ട് എംപ്റ്റി ചെയ്തോ. അവിടെ സ്റ്റോറേജ് ടാങ്ക് ഉണ്ടോ അതൊന്നും നോക്കണ്ട, അതൊക്കെ മനുഷ്യന്മാർ നോക്കിക്കോളും, അതൊക്കെ അവരുടെ ആവശ്യമാണ്. പക്ഷേ കുറേ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണം കൊടുക്കാൻ. ഈ കടലിൻ്റെ നേരെ മുകളിൽ പോയിട്ട് മഴ പെയ്ത് വെള്ളം ഡ്രോപ്പ് ചെയ്തില്ല, കടലിലേക്ക് തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുക. അതിൽ കാര്യമില്ല, കടലിൽ ഡ്രോപ്പ് ചെയ്യാണ്ട് നേരെ അങ്ങോട്ട് പോക്കോട്ടെ, അവിടെ പോയിട്ട് കൊട്ടിക്കോ. കുറേയൊക്കെ കടലിലും വീഴും, സാരില്ല, മിക്കതും അപ്പുറത്ത് പോയിട്ട് കൊട്ട്. അപ്പോൾ ചാവക്കാട് നിന്ന് വെള്ളം എടുത്തിട്ട് നേരെ പാലക്കാട്ടേക്ക് പോക്കോ, അവിടെ ഒരു കൊട്ട്. അപ്പം ആൾക്കാർ പറയും എന്ത് മഴയാണപ്പാ, പറയട്ടെ. പക്ഷെ ആ മഴയിൽ നിന്ന് വരുന്ന വെള്ളം ഇസ് എ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ. നോക്കണ്ടോ, എന്തൊരു വാട്ടർ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റാണ് നോക്കൂ, എന്തൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നോക്കൂ, അറ്റ് വാട്ട് കോസ്റ്റ്. ഇന്നൊരു ഡീസാലിനേഷൻ ഓഫ് വാട്ടർ പ്ലാന്റ് വെക്കണമെങ്കിൽ എത്ര കോടിക്കണക്കിന് പൈസ വരും.
ഇത് ഈ 5 മഹാഭൂതങ്ങളുടെ ഒറ്റ കോപ്പറേഷൻ കാരണം ഭഗവാന്റെ ഒരു ഓർഡർ ഇട്ടപ്പോഴേക്കും ആ 5 നിരന്ന് നിന്ന് വേണ്ട പോലെ തോളോട് തോള് ചേർത്തിട്ട് ആ നദി എന്താ പറയുക സമുദ്രത്തിലുള്ള വെള്ളം മുഴുവൻ മേപ്പെട്ട് പൊങ്ങി കൊണ്ടുപോയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ഓൺ ദ പ്രോസസ് ട്രാൻസ്പോർട്ടേഷൻ തന്നെ പ്യൂരിഫൈ ചെയ്തിട്ട് ഇപ്പുറത്ത് കൊണ്ട് നല്ല പ്യൂറസ്റ്റ് ഫോമായിട്ട് കിട്ടില്ലേ. വെള്ളം എടുത്ത് കുടിക്കാം, മഴവെള്ളം, പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ അല്ലേ. എന്തൊരു സിസ്റ്റം ഭഗവാന്റെ ആലോചിച്ച് നോക്കൂ. മഴ നിസ്സാരാ, എന്താ അതിൻ്റെ ഒരു മഹത്വം നോക്കൂ. മഴയുടെ ആ പ്രക്രിയയുടെ മഹത്വം നോക്കൂ, പഞ്ചമഹാഭൂതങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മ നോക്കൂ, ആ യജ്ഞ സ്പിരിറ്റ് നോക്കൂ. അതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് തേജോ വൃഷ, ഭഗവാന്റെ തേജസ്സാണ് വർഷിക്കുന്നത്, മഴ പെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ജഗന്മയനും ചിന്മയനും മായാമയനും ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇത് മറക്കരുത്. നമ്മൾ മഴ പെയ്യുമ്പോൾ ഒക്കെ ഭഗവാനോട് നന്ദി പറയണം, മറക്കരുത്. പുതപ്പിൻ്റെ ഉള്ളിൽ പോയിരുന്ന് മൂടിപ്പോയിച്ചിരിക്കുകയല്ല ചെയ്യുക. നല്ല മഴ പെയ്യുമ്പോൾ ഭഗവാനെ താങ്ക് യു വെരി മച്ച്. ഓക്കെ. പിന്നെ അത് കൂടാതെ തേജോ വൃഷ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ വ്യാഖ്യാതികന്മാർ പറയുന്നുണ്ട്. പക്ഷെ അധികം പ്രോമിനൻ്റ് അല്ലാതെ അവർ പറയുന്നത് ആദിത്യനായി പ്രകാശത്തെ വർഷിക്കുന്നു എന്നും പറയുന്നുണ്ട്. തേജോ എന്ന് വെച്ചാൽ പ്രകാശം എന്നുള്ള അർത്ഥത്തിൽ അവർ പറയുന്നുണ്ട്. ആ പ്രകാശം ലോകത്തിന് കൊടുക്കുന്നതും ലോകമെല്ലാം വിളക്കിയിടും സൂര്യനല്ലേ അല്ലേ. അപ്പോൾ ലോകത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്, ഈ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ആദിത്യനായതുകൊണ്ട്, ആദിത്യൻ ഭഗവാനായതുകൊണ്ട് തേജോ വൃഷ എന്നുള്ള പേര് ഭഗവാന് വന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും കൊള്ളാം. ഓക്കെ. അടുത്ത നാമം ദ്യുതിധര. ദ്യുതിധര എന്ന് വെച്ചെങ്കിൽ ദേഹകാന്തിയുള്ളവൻ എന്നർത്ഥം. നല്ല ശരീര ലാവണ്യമുള്ള, കണ്ടതാണ് നമ്മൾ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ശരീരവർണ്ണങ്ങൾ. ഭഗവാൻ പ്രകാശമയനാണ്, എഫൾജൻറ്റ്, ഓൾവേസ് എഫൾജൻസ്. ദേഹകാന്തി എപ്പോഴും ഉണ്ട് അല്ലേ. അദ്ദേഹത്തിന് പ്രായപരിധി ഇല്ലല്ലോ അല്ലേ. എന്ന് നിത്യയൗവനല്ലേ ഭഗവാന്. സഹസ്രകോടി സൂര്യന്മാരുടെ പ്രകാശമാണ് ഭഗവാൻ. വരുമ്പോൾ സഹസ്രകോടി സൂര്യന്മാർ ഉദിച്ചു വരുന്ന പ്രകാശമാണല്ലേ കണ്ട ആൾ അർജുനൻ പറയണത്. ഭഗവാനിൽ നിന്നാണ് എല്ലാ ഗോളങ്ങൾക്കും പ്രകാശം. സൂര്യൻ മാത്രമല്ല, സൂര്യൻ ഈസ് ഓൺലി വൺ ഫെലോ. ആ സൂര്യനേക്കാൾ എത്രയോ വലിയ ഗോളങ്ങൾക്ക് എല്ലാം പ്രകാശം കൊടുക്കുന്നതും അവരുടെക്കുള്ള ശക്തി കൊടുക്കുന്നതും എല്ലാം എല്ലാം ഈ പ്രകാശം തന്നെയാണ്, ഭഗവാന്റെ പ്രകാശമാണ്. എല്ലാ പ്രകാശങ്ങളും എല്ലാ ഗോളങ്ങൾക്കും പ്രകാശം കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ്. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നാമം. അപ്പം അതിന് കൂടുതലായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അടുത്ത നാമം 759 സർവശക്തഭൃതം വര. സർവശസ്ത്രഭൃതം വര. ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധങ്ങൾ. സർവശസ്ത്ര എല്ലാ ആയുധങ്ങളും. ഭൃതം വര ശ്രേഷ്ഠനായവൻ, ആയുധധാരികളിൽ ശ്രേഷ്ഠനായവൻ. The best among soldiers, commandants, captains, majors. ആയുധം ധരിക്കുന്നവരിൽ കേമൻ. ഭഗവാൻ തന്നെ സമ്മതിച്ച കാര്യമാണത്. ആയുധം ധരിക്കുന്നവരിൽ ഞാൻ ശ്രീരാമനാണ് എന്ന് ഗീതാവചനം. രാമ ശസ്ത്രഭൃതം വര വിഭൂതി യുഗത്തിൽ 11-ാം അധ്യായത്തിൽ. കൃഷ്ണന് ഈ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ. അത് വേണമല്ലോ പറയാം. എല്ലാ ആയുധധാരികളിലും വെച്ചിട്ട് അന്നത്തെ കാലത്ത് ഭഗവാൻ തന്നെയായിരുന്നു കേമൻ. എന്തുകൊണ്ടും വില്ലെങ്കിൽ വില്ല്, ചക്രങ്ങി ചക്രം, ഗതങ്ങി ഗത എല്ലാം അദ്ദേഹമായിരുന്നു. പക്ഷെ അതൊന്നും എടുത്ത് പ്രയോഗിക്കേണ്ടി വന്നില്ല എന്ന് മാത്രം. അധികം ശ്രീരാമൻ വില്ലെടുത്ത് പ്രയോഗിച്ച പോലെ ഇദ്ദേഹത്തിന് അത് വേണ്ടി വന്നില്ല. കാരണം ഒരു ഡിപ്ലോമാറ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അത് കാരണം അധികം ഈ വാക്കുകളെ കൊണ്ട് വളച്ചൊടിച്ച് കാര്യം സാധിച്ച ആളാണ് ഭഗവാൻ. ശ്രീരാമൻ അങ്ങനെയല്ലല്ലോ, വെട്ടുന്ന മുറി രണ്ടെന്നുള്ള പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് സർവശസ്ത്രഭൃതാം വര.
അടുത്ത നാമം പ്രഗ്രഹ. പ്രഗ്രഹ എന്ന് വെച്ചെങ്കിൽ പ്രകർഷേണ ഗ്രഹിക്കുന്നവൻ എന്നർത്ഥം. പ്രകർഷേണ ഗ്രഹിക്കുന്നവൻ. വേണ്ട പോലെ ഗ്രഹിക്കുന്നവൻ. നമ്മൾ എന്ത് കൊടുത്താലും അതിനെ വേണ്ട പോലെ സ്വീകരിക്കുന്നവൻ. അതിൻ്റെ ആത്മാർത്ഥത അറിഞ്ഞ് സ്വീകരിക്കുന്നവൻ. പുറംപൂച്ച് കണ്ട് മയങ്ങുന്നവനല്ല എന്നർത്ഥം. അല്ലേ? പുറംപൂച്ച് കുറേ ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. കൊട്ടുണ്ട് കൊണ്ടുപോയിട്ട് ഓരോരുത്തർ അമ്പലത്തിൽ. ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ പുറംപൂച്ചൊന്നുമല്ല ഭഗവാന്റെ ആവശ്യം. ഉള്ളിൽ പ്രഹർഷേണ സ്വീകരിക്കുന്നവനാണ് പ്രഗ്രഹൻ. പ്രകർഷേണ സ്വീകരിക്കുന്നവൻ, സന്തോഷമായിട്ട് സ്വീകരിക്കുന്നവൻ. എന്ത് ഉപഹാരം കൊടുത്താലും, എന്ത് കൊടുക്കണമെന്നുള്ളതല്ല. നോട്ട് വാട്ട് യു ഗീവ് ബട്ട് ഹൗ യു ഗീവ്. എന്ത് കൊടുക്കണമെന്നല്ല, എങ്ങനെ കൊടുക്കണം, എന്താ നിൻ്റെ ഭാവം പിന്നിൽ. ഇത് കൊടുത്തില്ലെങ്കിൽ അതങ്ങോട്ട് കിട്ടണ്ട എങ്ങനെയും, അത് കാര്യം സാധിക്കണ്ട, അതിന് കൊട്ടക്ക ഞാൻ, അല്ലെങ്കിൽ ഞാൻ കൊട്ടക്കില്ല, കാലണോ കൊടക്കില്ല. ഇല്ലേ? ഈ കൈക്കൂലി കൊടുക്കുമ്പോൾ പറയില്ലേ ആൾക്കാർ, അനേ ആ റേഷൻ കാർഡ് മാറ്റാൻ 10,000 റുപ്യ ചോദിക്കണം. എന്താ ചെയ്യുക? കിട്ടണ്ടേ? കൊട്ടക്കന്നെ. സന്തോഷമായിട്ടാണോ കൊടുക്കണം? അല്ലല്ലോ. അതേ സമയത്ത് ഒരു കാലണ കൊടുക്കാണ്ട്, ഒന്നും കൊടുക്കാണ്ട് റേഷൻ കാർഡ് നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അവസാന പ്യൂണ റേഷൻ കാർഡ് കയ്യിൽ നമുക്ക് കൊണ്ടുവന്ന് വരുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് 10 രൂപ പ്യൂണിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്താൽ ആ ഒരു സന്തോഷം വേറെയല്ലേ. ആ 10,000 രൂപ കിട്ടുന്നേക്കാൾ കൂടുതൽ സന്തോഷമില്ല 10 രൂപ കിട്ടണത്. അപ്പോൾ എന്താ? പ്രഗ്രഹ, പ്രകർഷേണ സ്വീകരിക്കുന്നവൻ പ്രഗ്രഹ. ഏത് ജീവികളായാലും മനുഷ്യനായാലും പ്രത്യേകിച്ച് മനോ വാക്ക് ഇന്ദ്രിയങ്ങളെ ഒതുക്കി, മീനിങ് ഈഗോ സെൻട്രിക് ഡിസയേഴ്സ് ഒന്നും ഇല്ലാതെ ഭക്തിശ്രദ്ധയോടെ എന്ത് നൽകിയാലും ഭഗവാൻ സ്വീകരിക്കും. ആര് എവിടെ നൽകിയാലും, നോർത്ത് പോളിലായാലും ശരി, ശ്രീലങ്കയിലായാലും ശരി, മെക്സിക്കോയിലായാലും ശരി, ഇപ്പുറത്ത് ജപ്പാൻ സൈഡിലായാലും ശരി, എവിടെ ആയാലും ശരി, നീഗ്രോ ആയാലും ശരി, അമേരിക്കൻ ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, സിഖ് ആയാലും ശരി, മനുഷ്യ നിർമ്മിത വ്യത്യാസങ്ങളൊന്നും ഭഗവാന് ബാധകമല്ല. അതുകൊണ്ടാണ് പ്രഗ്രഹൻ എന്ന് പറയുന്നത്. പ്രകർഷേണ വാങ്ങിക്കുന്നവൻ. പത്രം പുഷ്പം ഫലം തോയം എന്നുള്ള ശ്ലോകം പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇല, പൂവ്, കായ എന്ത് വേണമെങ്കിൽ തന്നോ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പുഷ്പങ്ങളെ പറ്റി പറയും. ഭഗവാൻ 8 പുഷ്പങ്ങളാത്രേ ഏറ്റവും ഇഷ്ടം. ഭഗവാന് അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടോ? ഭഗവാന് ഇഷ്ടമുണ്ട്. പുഷ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് വലിയ ഇഷ്ടം. 8 പുഷ്പങ്ങളാണ്, ദശപുഷ്പമല്ല, 8 അഷ്ടപുഷ്പങ്ങൾ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അതിൽ ഏതെങ്കിലും ഒരു പുഷ്പം സമർപ്പിച്ചാൽ മതി, എല്ലാം സമർപ്പിച്ചതിൻ്റെ ഫലം കിട്ടും. അതേതൊക്കെയാണാവോ? റോസാപ്പൂ ഉണ്ടോ? ജാമന്തി ഉണ്ടോ? തുളസി ഉണ്ടോ? പിച്ചകണ്ടോ? അതിപ്പോൾ ശ്ലോകം കേൾക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. 8 പുഷ്പങ്ങൾ ഭഗവാന് വലിയ ഇഷ്ടമായിട്ടുള്ള പുഷ്പങ്ങളാണ് അവർ. അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പമിന്ദ്രിയ നിഗ്രഹം, സർവഭൂതദയാ പുഷ്പം, ക്ഷമാപുഷ്പം വിശിഷ്യത, ശാന്തിപുഷ്പം തപഃപുഷ്പം, ധ്യാനപുഷ്പം തഥൈവ ച, സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവേത്. എട്ട് പുഷ്പങ്ങൾ. അഹിംസ പ്രഥമം പുഷ്പം 1, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം 2, സർവഭൂതദയാ പുഷ്പം 3, ക്ഷമാപുഷ്പം 4, ശാന്തിപുഷ്പം 5, തപഃപുഷ്പം 6, ധ്യാനപുഷ്പം തഥൈവ ച 7, സത്യം അഷ്ടവിധ പുഷ്പം 8 സത്യം, വിഷ്ണു പ്രീതികരം ഭവേത്. അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം, സർവഭൂതദയ,
ക്ഷമ, ശാന്തി, തപസ്, ധ്യാനം, സത്യം. 8 പുഷ്പങ്ങളാണ് ഭഗവാന് സ്വീകരിക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ 8 ഇത് ആര് കൊടുക്കുന്നുവോ അത് ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്, അത് ഭഗവാന് പ്രിയമുള്ളവരാണ്, പ്രിയ ഭക്തന്മാരാണ് ഇത് കൊടുക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. എല്ലാം കൂടി കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മൾ പാപ്പരാവും. അത് വേണ്ട. ഗൃഹസ്ഥന്മാരെ എല്ലാം കൂടി കൊടുത്താൽ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് കൊടുക്കൂ. ഒരെണ്ണം, ഒരു ഡിറ്റർമിനേഷൻ നോക്കൂ. ഇത് 8 പറഞ്ഞിട്ടില്ല, 8 ചോയ്സില്ല. എന്താ കഥ? ഒരെണ്ണം നമുക്ക് നോക്കിക്കൂടാ? 12-ാം അധ്യായത്തിലെ ഭഗവത്ഗീത എന്താ പറയുക, ഭക്തിയോഗത്തിലെ 13-ാമത്തെ ശ്ലോകം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ? ആ പറഞ്ഞ ഗുണങ്ങളഞ്ഞല്ലേ ഇതിലുള്ളത്? ആ ശ്ലോകം ഓർക്കുന്നുണ്ടോ? 12-ാം അധ്യായത്തിലെ ഭക്തൻ്റെ ലക്ഷണം. ഉത്തമനായിട്ടുള്ള ഭക്തൻ ആരാ? എനിക്കിഷ്ട പ്രിയനായിട്ടുള്ള ഭക്തൻ ആരാ? അദ്വേഷ്ട സർവഭൂതാനാം സർവഭൂതദയ. ഇതവിടെ സർവഭൂതദയ എന്ന് വന്നിട്ടുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോമൽ ഭക്ത സമേ പ്രിയ. 12 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 8 പുഷ്പങ്ങൾ ഇതാണ്. അത് 8 ഇതിലുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, ഒരെണ്ണം കൊടുത്താൽ മതി. അഹിംസ എന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അത് ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ പറ്റുന്ന ദിക്കിലൊക്കെ ഭഗവാനെ ഞാൻ തരാൻ നോക്കാം. ചില ദിക്കിൽ കൈ വഴുതി പോയി എന്നൊക്കെ വരും, ക്ഷമിക്കണേ, ഒന്നും സാരില്ലടോ. ഒന്നും പേടിക്കേണ്ട കൂട്ടാ. നല്ല പോലെ പറ്റണ സമയത്ത് താ. ഒരാൾ പറയും, അല്ല എനിക്ക് അഹിംസ പറ്റില്ല, എനിക്ക് ഇന്ദ്രിയ നിഗ്രഹം ഒരു വിധം ഞാൻ നിയന്ത്രിച്ചോളാം ഇന്ദ്രിയങ്ങളെ. ഓ മതി. അതും പറ്റില്ല. ക്ഷമ എനിക്ക് നല്ലോണം ഉണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ലോണം ക്ഷമിക്കണ ആളാണ്. മതിയിടോ. ശാന്തി, മനസ്സിലെപ്പോഴും എനിക്ക് ശാന്തതയുണ്ട്. ഓ ധാരാളം, പിന്നെ ഒന്നും വേണ്ട. തവപുഷ്പം, ഞാൻ വളരെ കൃത്യമായിട്ട് ദിവസേന ചില കാര്യങ്ങൾ കൃത്യനിഷ്ഠമായിട്ട് ചെയ്ത് ഒരു തപസ്സായിട്ട് ഞാൻ ചെയ്യണതാണ്. അത് മുടക്കില്ല. ഞാൻ എല്ലാ ദിവസേന കാലത്തിരുന്നിട്ട് ഞാൻ വിഷ്ണുസഹസ്രനാമം വായിക്കും. ഒരു 20-25 മിനിറ്റ് എടുക്കുക തന്നെ. അത് ഞാൻ വായിക്കാറുണ്ട്. എന്തുതന്നെ ആയാലും ശരി, അതൊരു തപസ്സാണ് എൻ്റെ. ഓ നല്ല കാര്യം, അതന്നെ മതിയല്ലോ. ധ്യാനപുഷ്പം, എനിക്ക് ശ്ലോകങ്ങൾ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. ഗുരുവായൂരപ്പൻ്റെ പീലികൾ തിരികിന വാഴകുഴൽ കെട്ടും, പൊന്നേല സുകിരിങ്ങിയിടുമറയിൽ മഞ്ഞപ്പെട്ടും, ചെന്തളിർ കയ്യിൽ ഒരു കൊച്ചോടക്കുഴലും, ആ ഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ എന്ന് പറഞ്ഞ ആ ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കും. ഇല്ലെങ്കിൽ അഗ്രേ പശ്യാമി തേജോ നിബിഡകളതര എന്നുള്ള ശ്ലോകം ഓർമ്മയിലിരുന്ന് ആ ശ്ലോകത്തിനെ കുറിച്ച് ഇങ്ങനെ ഭഗവാന്റെ രൂപങ്ങൾ മനസ്സിൽ ഓർത്തിങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ധ്യാനത്തിലിരിക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. അപ്പോഴേക്കും മറ്റവൻ ചാടി കളിച്ച് പുറപ്പെടും. പോവാ നേരമായി എന്നൊക്കെ പറഞ്ഞ് പുറപ്പെടും. 10 മിനിറ്റ് ഞാൻ അങ്ങനെയെല്ലാം പിടിച്ചു വയ്ക്കാറുണ്ട്. അത് ഞാൻ മിനിമം ചെയ്യാറുണ്ട്. മതി, ധ്യാനം മതി. വേറൊരാൾ പറയും ഇതൊന്നും നടക്കില്ല. ഒരു കാര്യം ഞാൻ ചെയ്യും, ഞാൻ സത്യം വിട്ടിട്ടൊന്നും ചെയ്യില്ല. സത്യം ഞാൻ പറയൂ. ഓ മതി. മനസ്സിലായോ? ഭഗവാന് ഏതായാലും കൊള്ളാം. ഇതെല്ലാം എന്തിനുള്ളതാ? മനസ്സിലെ മാലിന്യങ്ങൾ കളയാനുള്ളതാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ഇത്രയും അധികം ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അതിലത്തെ മണ്ണും ചള്ളിയും ചമ്മലൊക്കെ എടുത്ത് വാരിക്കളയാം. ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൈക്കോട്ട് ഉപയോഗിക്കാം, ചമ്മട്ടി ഉപയോഗിക്കാം, വെറും വാക്കത്തി ഉപയോഗിക്കാം. ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ആ ചളിയൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. അല്ലേ? മനസ്സിൽ വരണ്ടിട്ടുള്ള ചളികളൊക്കെ ഒന്ന് കളയ്ക്ക്, അത്രേ വേണ്ടോ. ഇപ്പോൾ പ്രഗ്രഹ എന്ന പദത്തിന് അങ്ങനെ അർത്ഥമുണ്ട്. ഇതിന് വേറൊരു അർത്ഥമുണ്ട്. പ്രഗ്രഹ എന്നുള്ളതിന് കടിഞ്ഞാണ് എന്നൊരർത്ഥമുണ്ട്. കടിഞ്ഞാണ്, ഈ കുതിരയുടെ കടിഞ്ഞാണില്ലേ, നിവൃത്തി. നമ്മൾ കണ്ടില്ലേ, പ്രവൃത്തി ആൻഡ് നിവൃത്തി. ചാട്ടവാറ് പ്രവൃത്തി, കടിഞ്ഞാണ് നിവൃത്തി. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാണ്ടിരിക്കേണ്ട കാര്യങ്ങൾ.
ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി. അധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, അവിടെ കടിഞ്ഞാണ് വേണം. ധർമ്മങ്ങൾ ചെയ്യാൻ അടിച്ച് ചെയ്യിപ്പിക്കണം ധർമ്മങ്ങൾ. അപ്പോൾ കുതിരകളെ കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ ഭഗവാൻ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. പ്രഗ്രഹ. ഈ ശരീരത്തിനെ ഒരു തേരായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് കഠോപനിഷത്തിൽ. ഈ ശരീരം ഉണ്ടല്ലോ, നമ്മുടെ ശരീരം, അതൊരു തേര് എന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മുടെ ശരീരം ഈസ് തേര്. ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ആത്മാവ്. ജീവാത്മാവട്ടെ പരമാത്മാവട്ടെ. ഇത് തേരാളി ആരാ? ഇതിനെ തെളിച്ചുകൊണ്ട് പോണ്ടേ? അത് ബുദ്ധിയാണ്. നമ്മുടെ ബുദ്ധിയാണ് ഈ തേരിനെ മുന്നോട്ട് തെളിക്കുന്നത്. തേരിൻ്റെ ഉടമസ്ഥൻ ആരാ? ഉടമസ്ഥൻ ആത്മാവ്. എൻ്റെ ശരീരമല്ലേ, അപ്പം ഞാനല്ലേ എൻ്റെ ആത്മാവ്, ജീവാത്മാവ്. അപ്പോൾ ആ ജീവാത്മാവിൻ്റെയാണ് ഈ ശരീരം. ശരീരം എന്ന് പറയുന്നത് ഒരു രഥമാണ്. ആ രഥത്തിനെ മുന്നോട്ട് തെളിച്ചുകൊണ്ട് പോകാൻ ആരാ? ബുദ്ധി. ബുദ്ധിയാണ് ഡയറക്ഷനിൽ തെളിച്ചുകൊണ്ട് പോകുന്നത്. മനസ്സിനെ കടിഞ്ഞാനായിട്ടാണ്. കുതിരകളെ 5 ഇന്ദ്രിയ നിഗ്രഹങ്ങളുണ്ട്. 5 ഇന്ദ്രിയങ്ങളാണ്, 5 കുതിരകൾ. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക, ചെവി എന്ന് പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ. ആ 5 ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ 5 കടിഞ്ഞാണ് പിടിച്ചു വലിച്ച് കൈ കിടക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെയാണ് നിഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് ബുദ്ധി പറയുന്നത് പോലെ രഥത്തിനെ കൊണ്ടുപോയാൽ എത്തേണ്ടടുത്ത് എത്തിക്കും. അത് കഠോപനിഷത്തിലത്തെ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവത്ഗീതയിലെ ആ എന്താ പറയുക, എന്തായാലും പറയാം, മോഡൽ ചിത്രം. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നൊക്കെ പറയില്ലേ നമ്മളതിന്, അതിൻ്റെ മോഡലായിട്ട് വെച്ചിരിക്കുന്നത് ഭഗവത്ഗീത ആണ്. രഥം. ആത്മാനാം രഥിനാം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ആത്മാനാം രഥിനാം വിദ്ധി. ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ആത്മാവാണ്. ശരീരം രഥമേവച, ശരീരം എന്ന് പറയുന്നത് രഥമാണ്. ബുദ്ധിം തു സാരഥിം വിദ്ധി, ഇതിൻ്റെ സാരഥി ആരാ? ബുദ്ധിയാണ്. ഭഗവാൻ ആരാ? കൃഷ്ണൻ ആരാ? സാരഥിയാണ്. സാരഥിയാണ് ഇതിനെ നയിക്കുന്നത്. പിന്നെന്താ പേടിക്കാനുള്ളത്? മനഃപ്രഗ്രഹമേവച, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? മനസ്സ്. ആ മനസ്സ് കുതറിപ്പോയാൽ ബുദ്ധി തൽക്കാലം അതിനെ നിയന്ത്രിക്കണം. ബുദ്ധി നിയന്ത്രിച്ചിട്ട് നേർവഴിക്ക് മനസ്സിനെ വിട്ടാൽ മനസ്സ് നിയന്ത്രിച്ച് പൊക്കോളൂ. ഈ കുതിരകളെ നിയന്ത്രിച്ചു. കഠോപനിഷത്തിലത്തൊരു മന്ത്രമാണ്. അപ്പോൾ ഭക്തന്മാരുടെ മനസ്സ് നിയന്ത്രിക്കുന്ന ഭഗവാൻ പ്രഗ്രഹ. നിഗ്രഹ 761. എല്ലാറ്റിനെയും വശത്താക്കുന്നവെന്ന് വെച്ചാൽ നിഗ്രഹ എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. നിഗ്രഹ, നശീകരണ കപ്പൽ എന്നൊക്കെ പറയില്ല, നശിപ്പിക്കുന്നത് എല്ലാറ്റിനെയും. ഭഗവാനോ? ആ, ഭഗവാൻ തന്നെ. ഈ അർത്ഥം വരുന്ന നാമങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതിനു മുമ്പ്. സംഹാര രുദ്രൻ്റെ പണി എന്താ? എല്ലാറ്റിനെയും നശിപ്പിക്കുക. കൈ കിട്ടിയതൊക്കെ നശിപ്പിക്കുക. എല്ലാറ്റിനെയും പിടിച്ച് പൊടിക്കുപ്പിയിലാക്കുക. ജഗത്തിനെ കൽപ്പാന്ത കാലത്ത് തീരെ ഇല്ലാതാക്കണു. ഈ കംപ്ലീറ്റ് ജഗത്തും നിഗ്രഹിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭഗവാൻ നിഗ്രഹ. പ്രഗ്രഹ, നിഗ്രഹ, ഇത് നമുക്ക് നമ്മൾ കണ്ടതാണ് കേട്ടോ. നിഗ്രഹ 761. മതി. ഇനിയിപ്പോൾ വ്യഗ്ര നൈക ശൃംഗൊക്കെ എടുത്താൽ കുറച്ച് നേരം പിടിക്കും. വേണ്ട, ഇപ്പം നിർത്താൻ നോക്കാം. 45 മിനിറ്റ് ആയില്ലേ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ
പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.